എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൃപ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൃപ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. കോടാകോടികളമില്ല ചമച്ചവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടികളമില്ല ചമച്ചവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദകാതകൻ ദുഷ്ടന്മാർക്കേറ്റവും സൃഷ്ടികൾക്കൊക്കെയുമാനന്ദകാരകൻ ദുഷ്ടന്മാർക്കേറ്റവും എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തിരുന്നു. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തിരുന്നു. അന്യൻ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലേറോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവേ. കരയുന്ന കാക്കയ്ക്കും ഹല്ലേലൂയ 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 കാട്ടിലെയുമെല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനാപ്പവുമെല്ലാമെൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഓർത്തിടുന്നു. നമ്മെ ഓർക്കുന്ന ആ നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് പറയുകയാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിപ്പി, എന്റെ പിതാവിലും വിശ്വസിപ്പി. ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് എന്റെ അരുമ ശിഷ്യന്മാരെ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും.
ഗോൽഗോത്തായിൽ ഞാൻ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എല്ലാം തീർന്നു പോയെന്ന്. അതെ, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് നിങ്ങളുടെ പ്രത്യാശ അസ്തമിച്ചുവെന്ന്. നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു പോകരുത്. ലോകത്തിന് കാണുവാൻ കഴിയാത്തൊരു കാഴ്ച ആ ക്രൂസിലൂടെ ഞാൻ കടന്നു പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാനാണ്. അതൊരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മടങ്ങി വരും. ഞാൻ മടങ്ങി വന്നാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുക മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളെ എന്റെ അടുക്കൽ ഇരുത്തിക്കൊള്ളു എന്ന് പറഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വരവിനെ ധ്വനിക്കുന്ന ഈ വാക്യശകലത്തിൽ നിന്നും യേശുവിന്റെ വരവിനെ കുറിച്ച് ചില ചിന്തകൾ നമുക്ക് വേഗം ചിന്തിച്ച് കടന്നു പോകാം. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ ആഴ്ച മുഴുവൻ വരുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ ഇനി നിങ്ങളുടെ കൂട്ടുകാരെ കൂടി വിളിച്ചുകൊണ്ടുവരുവാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ വന്നവർ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരിക്കുന്നെങ്കിൽ ഈ വിഷയത്തിന്റെ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഏത് കാര്യങ്ങളെയും ഉറപ്പിക്കുന്ന സാക്ഷ്യം ഏതാണ്? ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഖത്തറിലേക്ക് വരുന്നുവെന്ന് ഒരു മനുഷ്യൻ നിങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചെന്ന് വരികയില്ല. എന്നാൽ ഇന്ത്യയുടെ അംബാസഡർ നിങ്ങളെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും. യേശു വരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. യേശുവിന്റെ വരവിനെ കുറിച്ച് ആരെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ എഴുതുന്നതിന് മുൻപേ യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യം കേട്ട പ്രസംഗം യേശുവിനെ കുറിച്ചാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വമാർ മാത്രമുള്ളപ്പോൾ ദൈവം തന്നെ പ്രവാചകനാകുന്നു, ദൈവം തന്നെ പുരോഹിതനാകുന്നു, ദൈവം തന്നെ സുവിശേഷകനാകുന്നു, ദൈവം തന്നെ രക്ഷകനാകുന്നു. ദൈവം പറയുകയാണ്, സ്ത്രീയുടെ സന്തതി വരുന്നു. പാപത്തിൽ ഭയപ്പെട്ട്, നിരാശപ്പെട്ട്, വേദനപ്പെട്ട്, വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞ് ഭയവികലനായിരിക്കുന്ന മനുഷ്യന്റെ കാതുകളിൽ ഒരു പ്രത്യാശയുടെ ശബ്ദം ആദ്യം കേൾക്കുന്നു. അത് സ്ത്രീയുടെ സന്തതിയായ യേശു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദൈവം ആരംഭിച്ച ഈ പ്രഭാഷണം യുഗങ്ങൾ തോറും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂദായുടെ ലേഖനം 14-ാം വാക്യം നാം വായിച്ചാൽ നമുക്കിങ്ങനെ കാണുവാനായി കഴിയുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾക്ക് തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരതകളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. 1000 വിശുദ്ധന്മാരോടുകൂടി വരുന്ന ക്രിസ്തുവിനെ ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്ന ആ ഭക്തൻ കാണുകയാണ്. വലിയ പ്രവാചകന്മാരെല്ലാം ഹാനോക്കിന്റെ ശുശ്രൂഷയെ മറന്നുപോയെങ്കിലും കേവലം വാക്യങ്ങൾ മാത്രം എഴുതുവാൻ അനുവദിക്കപ്പെട്ട യൂദ ആ ഭക്തന്റെ ചരിത്രത്തെ കൂടി ഓർക്കുവാൻ ചില സ്ഥലം കണ്ടെത്തി. വലിയ വലിയ ആൾക്കാർ നിന്നെ മറന്നാലും ദൈവം തമ്പുരാൻ മറക്കുകയില്ല. അതെവിടെങ്കിലും സ്വർഗം എഴുതിയിട്ടിരിക്കും. പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചന വിഷയങ്ങളിൽ പ്രധാനമായിരുന്നത് മശിഹയുടെ പാപപരിഹാരാർത്ഥത്തിനു വേണ്ടിയുള്ള വരവും, മശിഹ ഭരിക്കാൻ വരുന്നതും, മശിഹ ന്യായം വിധിക്കുവാൻ വരുന്നതുമായ പ്രവചനങ്ങളായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയങ്ങളിൽ പ്രധാനം യേശുവിന്റെ വരവായിരുന്നു. 1 തെസ്സലോനി 4:16 നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവദാസനായ പൗലോസ്
അന്നത്തെ തെസലോനിക്കയിലെ ക്രിസ്ത്യാനികളെ അവരുടെ നിരാശയിൽ നിന്ന് തട്ടി ഉണർത്തുവാനും അവർക്ക് എവിടുന്നോ ഉണ്ടായ ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്തുവാനും മരിച്ചവർ ഉയർക്കുന്ന ഒരു സുപ്രഭാതം ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ വരവിന് രണ്ടാമത്തെ സാക്ഷികളായി നാം കൊണ്ടു നിർത്തുന്നത് അപ്പോസ്തലന്മാരെയാണ്. മൂന്നാമതായിട്ട് യേശുവിന്റെ വരവിന്റെ സാക്ഷികളായിട്ട് നാം നിർത്തുവാൻ പോകുന്നത് ദൂതഗണങ്ങളെയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രവാചകന്മാർ മാത്രമല്ല, അപ്പോസ്തലന്മാർ മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാർ പറയുകയാണ്, യേശു വരുന്നു. ഇനി നാം യേശുവിനെ തന്നെ ഇതിന് സാക്ഷ്യം പറയുവാനായി വിളിക്കുകയാണ്. നാം വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർത്തുകൊള്ളാം. 4 സാക്ഷികളെ നാം ഇവിടെ വിളിച്ചു. ഒന്ന്, ദൈവത്തോടുകൂടി നടന്ന, ദൈവത്താൽ എടുക്കപ്പെട്ട 10 ശിരോമണികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഹാനോക്ക്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ താത്വികനായ പൗലോസ്. സ്വർഗത്തിലെ ദൂതന്മാർ യേശു. ഈ 4 സാക്ഷ്യം യേശുവിന്റെ വരവിന് നമ്മുടെ മുൻപിലുള്ളപ്പോൾ യേശു വരികയില്ലെന്ന് ഏത് പിശാച് പറഞ്ഞാലും നമുക്ക് യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ചിട്ട് എന്റെ കർത്താവ് വരുന്നു എന്ന് പറയുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന വിഷയങ്ങളാണ് ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വരവിന് 2 ആമുഖങ്ങൾ ഉണ്ട്. ക്രിസ്തുവിന്റെ വരവിന്റെ ഒരു ഭാഗം ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. അതിനെ രഹസ്യവരവെന്ന് പറയും. ബൈബിളിൽ അതിനെ ഉദയനക്ഷത്രമായിട്ടാണ് പത്രോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉദയനക്ഷത്രം ഉദിക്കുന്നത് പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിനും നാഴികകൾക്ക് മുൻപാണ്. അതെപ്പോഴും എല്ലാവരും കാണുന്നില്ല. രാത്രി ഉറക്കം ഇളച്ചിരിക്കുന്നവരും പ്രഭാതത്തിന് മുൻപേ എഴുന്നേൽക്കുന്നവരും ഉദയനക്ഷത്രത്തെ കാണും. ക്രിസ്തുവിന്റെ രഹസ്യവരവിനെ ഉദയനക്ഷത്രമായി ചിത്രീകരിച്ചിരിക്കുന്നു. ആ രഹസ്യവരവ് മധ്യാകാശത്തിൽ അല്ലെങ്കിൽ ആകാശത്തിലായിരിക്കും. തന്റെ സഭ ആകാശത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ ക്രിസ്തുവിന്റെ വരവിന്റെ അടുത്ത ആമുഖം പരസ്യവരവാണ്. അതിനെ മലാക്കി ഒരു സൂര്യനോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സൂര്യന്റെ ഉദയം എല്ലാവരും കാണുന്നത് പോലെ ക്രിസ്തുവിന്റെ ആ പരസ്യവരവ് എല്ലാവരും കാണും. വെളിപ്പാടിൽ നാം വായിക്കുന്നത്, ഇതാ യേശു മേഘാരൂഢനായി വരുന്നു, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നാണ്. ഇങ്ങനെ യേശുവിന്റെ വരവിന് 2 ആമുഖങ്ങൾ ഉണ്ട്. ഒന്ന് അവന്റെ രഹസ്യവരവ്, മറ്റൊന്ന് യേശുവിന്റെ പരസ്യ വരവ്. ഈ 2 വരവുകളുടെയും ഇടയ്ക്ക് ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് മഹോപദ്രവ കാലഘട്ടം എന്ന് പറയും. ഈ യേശുവിന്റെ രഹസ്യവരവിൽ സഭ എടുക്കപ്പെടുകയും 7 വർഷം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഇരുന്ന് പ്രതിഫലങ്ങൾ ദൈവജനം പ്രാപിക്കുമ്പോൾ ഭൂമി മഹോപദ്രവ കാലഘട്ടത്തിൽ അമർന്നിരിക്കും. മഹോപദ്രവ കാലഘട്ടം ഭൂമിയിൽ തീരുകയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ ന്യായവിധി ആകാശത്തിലോ സ്വർഗത്തിലോ തീരുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ വരവിന്റെ 2ാം ഭാഗം ആരംഭിക്കുകയായി. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ വെള്ളക്കുതിരപ്പുറത്ത് ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശുവും തന്റെ സഭയും ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വരവിന്റെ 2 ആമുഖങ്ങളിൽ ക്രിസ്തുവിന്റെ രഹസ്യ വരവിന്റെ അടയാളമായിട്ട് ബൈബിളിൽ ഒരൊറ്റ വാക്യം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ആ വരവിനെ കള്ളനെ പോലെ വരുമെന്നാണ്. ആ വരവിന്റെ നാളും നാഴികയും ആർക്കും അറിഞ്ഞുകൂടാ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരും അറിയരുതെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ ആ വരവിന്റെ അടയാളമായിട്ട് ബൈബിളിൽ ഒരൊറ്റ പ്രവചനങ്ങളും ലോകത്തിൽ നടക്കേണ്ടതായിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പരസ്യവരവ് അഥവാ ക്രിസ്തു രാജാവായി വരുന്നതാണ് ആയിരുന്നല്ലോ യഹൂദന്മാരുടെ പ്രത്യാശ വിഷയം.
ആ വരവിന്റെ അടയാളങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ ഇവയ്ക്ക് 7 വർഷത്തെ മാത്രമേ ഗ്യാപ്പുള്ളൂ. ഈ 2 വരവും നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നത് കൊണ്ട് ഇന്ന് പൊതുവായിട്ട് നാം ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളായിട്ട് ഈ ഭാഗങ്ങൾ ചിന്തിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് വളരെ ആഴമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ മുഖവര പറഞ്ഞത്. അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് പൊതുവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിന്റെ സുവിശേഷം 13, ലൂക്കോസിന്റെ സുവിശേഷം 21, ഈ 3 അധ്യായങ്ങളും യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളായിട്ട് ഏതാണ്ട് AD 26 അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നടത്തിയ പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾ ഈ 1992 കണ്ണു തുറന്നു നോക്കിയാൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് കാണുവാനായി കഴിയും. ആ പ്രവചനത്തിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് ഇൻവേഷൻ. ആ പ്രവചനത്തിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. ആ പ്രവചനത്തിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നാണ് യൂറോപ്പ് ഇപ്പോൾ ഉയർന്ന് വന്ന് കൊണ്ടിരിക്കുന്നത്. ആ പരിണിത ഫലത്തിന്റെ ഉയർച്ചയാണ് ഇസ്രയേൽ ഇന്ന് ശക്തമായി കൊണ്ടിരിക്കുന്നത്. ഈ പ്രവചനങ്ങളെല്ലാം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ യേശുവിന്റെ വരവിന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രവചന ചിന്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യത്തിൽ ശാസ്ത്രീയമായ ചില ചിന്തകൾ നമ്മുടെ കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ആകാശത്തിൽ മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നടത്തുന്ന ശാസ്ത്രീയമായ ചില പ്രവചന ചിന്തകളാണ്. ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഈ വാക്യത്തിന് 2 അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, ആകാശത്തിൽ ദൃശ്യമാകുന്ന ചില അടയാളങ്ങൾ. മറ്റൊന്ന്, മനുഷ്യന് ആകാശത്തിലേക്കുള്ള ലക്ഷ്യം. ഈ 2 അർത്ഥത്തിൽ കർത്താവ് പറയുകയാണ്, തന്റെ വരവിനോട് അടുക്കുമ്പോൾ ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും. യേശു ഇത് പറയുമ്പോൾ ആകാശം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. ആകാശത്തിന്റെ ഉപയോഗവും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആകാശത്തിൽ വാതകങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും അന്നത്തെ ജനങ്ങൾക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. അവർക്ക് ആകാശം ചുമക്കുകയോ വെളുക്കുകയോ ചെയ്ത് കണ്ടാൽ കാലാവസ്ഥയെ നിരീക്ഷിക്കുവാനും നക്ഷത്രങ്ങൾ കണ്ടാൽ മറ്റു ചിലർ ജനിച്ചതായിട്ടുമൊക്കെയുള്ള ആസ്ട്രോളജിക്കലായിട്ടുള്ള ചിന്തകളാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു പറഞ്ഞ ആ ശാസ്ത്രീയമായ വിജ്ഞാനം ഗ്രഹിക്കത്തക്ക നിലയിൽ ഒരു വളർച്ച അവർക്ക് എത്തിയിരുന്നില്ല. യേശു പറഞ്ഞു, ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഈ വാക്യത്തിന്റെ അർത്ഥം ഈ നൂറ്റാണ്ടിന്റെ ആരംഭകാലം മുതലാണ് ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ തുടങ്ങിയത്. ആകാശത്തെ യാത്രയ്ക്ക് വേണ്ടി റൈറ്റ് സഹോദരന്മാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ലക്ഷ്യം ആകാശത്തിലേക്ക് തിരിഞ്ഞു. വിമാനങ്ങളുടെ രൂപങ്ങൾ മാറി, അവയുടെ വേഗതയ്ക്ക് വ്യത്യാസം വന്നു. പല മോഡലുമായി, റോക്കറ്റുകളായി, സാറ്റലൈറ്റുകളായി, ഫാക്ടറികൾ പോലും ഉണ്ടാക്കുവാൻ പ്ലാനുകളുണ്ട്. ആകാശത്തിൽ മനുഷ്യനെന്ന് കണ്ണു നട്ടിരിക്കുകയാണ്. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഈ ആകാശത്തിലെ പഠനത്തിനു വേണ്ടി ഇന്ന് വികസിത രാജ്യങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുത്വാകർഷണ ശക്തി ഇവിടെ ഉള്ളത് കൊണ്ട് ഫാക്ടറികളുടെ പ്രൊഡക്ഷന് കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ എനർജി കുറയ്ക്കേണ്ടതിന് വേണ്ടി ശൂന്യാകാശത്തിൽ ഫാക്ടറി പണിതാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള പഠനങ്ങൾ ഇന്നിപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താരയുദ്ധങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ആകാശത്തിൽ നിൽക്കുന്ന സാറ്റലൈറ്റുകളെ കുറിച്ച് നമുക്കറിയാം. അമേരിക്കയുടെ 2 ഉപഗ്രഹങ്ങൾ മെർക്കുറി 13 എന്ന ഗാലക്സിയിലേക്ക് പോയിട്ട് വർഷങ്ങളായി. അത് അവിടെ ചെല്ലണമെങ്കിൽ 10-28,000 വർഷമെടുക്കും. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരം ശേഖരിക്കാനാണ്. എന്നിട്ട് അതിന്റെ വാർത്തകൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ 50,000 വർഷത്തെ വലിയൊരു പ്രൊജക്ട്. പൈനിയർ 10, 11 എന്ന 2 ഉപഗ്രഹങ്ങൾ ആകാശത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ചും തരംഗങ്ങൾ ഉപയോഗിച്ചും ആകാശത്തെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തിനേറെ ചില രാജ്യങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഈ രംഗം
ഇതുപോലെ കാണുവാനായി കഴിയും. സദാം ഹുസൈന്റെ മറവിടങ്ങൾ വളരെ വ്യക്തമായി കണ്ടുകൊണ്ട് ലേസർ ബീമുകളുടെ സഹായത്തോടുകൂടി ബോംബിംഗ് നടത്തിയ അമേരിക്കയുടെ കഴിവുകൾ ആകാശത്തെ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ലഭിച്ചതാണ്. യേശു പറഞ്ഞു, ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഏറ്റവും ചിന്തനീയമായൊരു രസകരമായൊരു കാര്യം, മനുഷ്യൻ ആകാശത്തിൽ പാർക്കാനായിട്ടൊരു കോളനി ഉണ്ടാക്കുന്നുവെന്നാണ്. നിശ്ചയമായിട്ട് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അത് വായിച്ചു കാണും. അതിന് സ്പേസ് കോളനി എന്നാണ് പറയുന്നത്. 10,000 അംഗങ്ങളെ ഒന്നിച്ച് 2 വർഷം ശൂന്യാകാശത്തിൽ പാർപ്പിക്കുവാനുള്ള പദ്ധതിയാണ് സ്പേസ് കോളനിക്കുള്ളത്. സ്പേസ് കോളനിയിലേക്ക് ആളെ കൊണ്ടുപോകുന്നതിന് ഷട്ടിൽ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്. ഞാനിതിൽ കയറിയിട്ടുണ്ട്. എനിക്കറിയാം അത് പൊങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ കയറ്റുകയില്ലെന്ന്. അന്ന് അതിന്റെ ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞത് 90-ൽ അതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ്. ഏതായാലും ഇതുവരെയും നടന്നിട്ടില്ല. സ്പേസ് കോളനിയിൽ ഉള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ? അതൊരു കൊച്ചു ഗ്രാമമാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുകളുണ്ട്, ഹോഴ്സ് റേസസിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്, വലിയ 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്, മൂവി തിയേറ്ററുകൾ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠന സൗകര്യങ്ങളുണ്ട്. 2000 ജോലിക്കാരാണ് അതിലുള്ളത്. എഞ്ചിനീയേഴ്സ്, ഡോക്ടർമാർ, സയന്റിസ്റ്റ് തുടങ്ങിയ ബാക്കി 8000 പേരും ധനികന്മാരാണ്. ഞങ്ങൾ അതിന്റെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ 10,000 പേരുടെയും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിന് വേണ്ടിയുള്ള ബുക്കിംഗ് തുടർന്ന് കഴിഞ്ഞിരുന്നു. ഒരു വലിയ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആൾക്കാർ നിൽക്കുകയാണ്. 2 വർഷം ആകാശത്തിൽ പോയെന്ന് പാർക്കാനാണ്. ഇന്നത്തെ വാർത്ത എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹം എവിടെ നിന്ന് വരുന്നു? ഞാൻ ഖത്തറിൽ നിന്ന് വരുന്നു, അല്ലെ ഇംഗ്ലണ്ടിൽ നിന്ന് വരിക. ഇപ്പോൾ സാധാരണക്കാരായ നമ്മുടെ ആൾക്കാർക്ക് അതൊരു ചെറിയ വാർത്തയല്ല. എന്നാൽ അന്നത്തെ വാർത്ത എന്തായിരിക്കും? അച്ഛൻ എവിടെ നിന്ന് വരിക? ഞാൻ സ്പേസ് കോളനിൽ നിന്ന് വരിക, മോൾ ഏലിയുടെ കല്യാണത്തിന് വന്നാണ്, തിരിച്ചെനിക്ക് പോകണം. അന്ന് ഏലിയൊന്നും ആയിരിക്കില്ല, പേരിനൊക്കെ മാറ്റം വരും. ഇപ്പോൾ മനുഷ്യൻ ആകാശത്തെ എത്രമാത്രം ഉപയോഗിക്കപ്പെടുന്നു. നസ്രയനായ യേശു പറഞ്ഞു, ആകാശത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, എന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നുവെന്ന്. ഈ വാക്യത്തിന്റെ അർത്ഥം അതിന്റെ 100% അറിവിൽ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയിലാണ് എനിക്കും നിങ്ങൾക്കും പിറന്നു വീഴുവാനിടയായത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്പേസ് കോളനിയെ കുറിച്ച് അപ്പോസ്തലന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ഗ്രഹിക്കുമായിരുന്നു? നാം എത്ര ഭാഗ്യമുള്ളവർ മാത്രമല്ല, നാം കൂടുതൽ അറിയുന്നവരാകിയാൽ കൂടുതൽ കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യം മറക്കരുത്. സാത്താൻ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി ഉണ്ടാക്കുക അവന്റെ പണിയാണല്ലോ. തന്റെ സഭയെ കർത്താവ് 7 വർഷം ഈ ആകാശത്തിലൂടെ കണ്ണു വെക്കുന്നതിന് മുൻപേ കൊണ്ടുപോകും എന്നറിഞ്ഞത് കൊണ്ട് അവനും അവന്റെ ആൾക്കാരെ ഒരു 2 വർഷമെങ്കിലും ആകാശത്തിൽ പാർപ്പിക്കാൻ ഒരു മോഹം. അതുകൊണ്ട് ദൈവമക്കൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഇടയ്ക്ക് വല്ലോ കോളനി കണ്ടാൽ ഇത് സ്വർഗമാണെന്നോർത്ത് ചാടിയേക്കരുത്. ചാടിയ സ്പേസ് കോളനി ചെന്ന് വീഴും. 2 വർഷം കഴിയുമ്പോൾ മഹോപദ്രവകാലത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടും കർത്താവ് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് അവിടെ നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. പാസ്പോർട്ട് ഇല്ലാതെ, വീസ ഇല്ലാതെ, 5 പൈസ മുടക്കാതെ ഈ സ്പേസ് കോളനിയേക്കാൾ വലിയ കോളനിയിൽ സകല വിശുദ്ധന്മാരും പത്രോസും പൗലോസും യോഹന്നാനും കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ ഭക്തന്മാർ അടങ്ങിയ ഒരു വലിയ സദസ്സിൽ, അത് 10,000 അല്ല, 1,44,000 അല്ല, അത് 10 കോടിയല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച, വേർപെട്ട, വിശുദ്ധിയിൽ ജീവിക്കുന്ന സകല ഭക്തന്മാരുമായിട്ട് നമുക്ക് ആ സ്വർഗീയ കോളനിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്വർഗനാട്ടിലെ പാട്ട് പറഞ്ഞ ശ്രദ്ധിക്കാം.
കാഹളം വാനിൽ കേൾക്കുവാൻ കാണുവാനുമേ നിന്നെ കാണുവാൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും, കർത്താവിൽ വിശ്വസിച്ച പലരും, നമ്മോടുകൂടി ഉണ്ടായിരുന്ന പലരും ഇന്ന് ആ സ്വർഗീയ പരദീസയിൽ വിശ്രമിക്കുന്നു. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം മുഖാമുഖമായി കാണും. അതൊരു ദൈവഭക്തന്റെ വലിയ ആശയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകാശം, അതിന്റെ ലക്ഷ്യങ്ങൾ അവ നമ്മൾ കണ്ടു തുടങ്ങി. ആകാശത്തിലെ മാത്രമല്ല, സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വായിക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വാക്യത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവയിൽ പ്രത്യക്ഷമാകുന്ന അടയാളങ്ങൾ, മറ്റൊന്ന് മനുഷ്യന് അവയിലേക്കുള്ള ലക്ഷ്യങ്ങൾ. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി, ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച ജിമ്മിറിവിന്റെ പ്രസംഗം, ബൈബിളും പിടിച്ചുകൊണ്ടുള്ള പ്രസംഗം കേൾക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. അദ്ദേഹത്തിനും അറിയാം യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് താനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാലുകുത്തിയത്. യേശു പറഞ്ഞു ചന്ദ്രനിലും മനുഷ്യൻ ലക്ഷ്യങ്ങളുണ്ടാകും, നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, സൂര്യനിലും ലക്ഷ്യങ്ങളുണ്ടാകും. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ, പഠനങ്ങൾ ചന്ദ്രനിലേക്ക്, സൂര്യനിലേക്ക്, ഗാലക്സികളിലേക്ക് കണ്ണും നട്ട് നിൽക്കുന്നതായി ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ നമുക്കെവിടെയും ദൃശ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശു പറഞ്ഞു ഈ ആകാശത്തിന്റെ ശക്തികളും ഇളകിപ്പോകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 21-ന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിക്കുമെന്നോ വായിച്ച. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഒഴിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കാണുമ്പോൾ ഭൂലോകത്തിന് എന്ത് ഭവിക്കുമെന്നോർത്ത് മനുഷ്യർ ഭയപ്പെട്ടിട്ട് നിർജീവന്മാരായിത്തീരും. നിർജീവന്മാരാകും എന്നുള്ള ആ പദം ഇംഗ്ലീഷിൽ ഹാർട്ട് ഫെയിലിയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കൊണ്ട് ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ കണ്ട് മനുഷ്യന് ഹൃദയസ്തംഭനം ഉണ്ടാകും. അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടുകൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. യേശു എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്നതാ? ആകാശത്തിന്റെ ശക്തി എങ്ങനെ ഇളകിപ്പോകുന്ന? അത് വല്ല തൂണേലും പിടിപ്പിച്ചിരിക്കുന്നതാണ്, കയറുകൊണ്ട് വല്ലയിടത്തും കെട്ടിയിട്ടുണ്ട്. ഭൂമിയെപ്പോലുള്ള സാധനമാണോ ആകാശം? ഈ ബിൽഡിംഗ് തള്ളിക്കളയാമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ പവറുള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇതിനെ ദൂരെ കളയാം. പക്ഷെ ആകാശം എങ്ങനെ ഇടിച്ചു കളയുന്നത്? വെടിവെച്ച ആകാശം പോകുമോ? ബോംബിട്ടാൽ ആകാശം പോകുമോ? ആകാശം എങ്ങനെ പോകും? യേശു പറഞ്ഞു ആകാശത്തിന്റെ ശക്തികൾ ഇളകും. അപ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് മനുഷ്യർ നിർജീവന്മാരാകും. ആ കാലഘട്ടത്തിൽ മനുഷ്യപുത്രൻ വരുന്നതും കാണും. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കും ആശയക്കുഴപ്പമുണ്ടായി. പിന്നെ എനിക്ക് മനസ്സിലായ എന്റെ അറിവ് കുറവാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം മാറ്റിക്കളയാവുന്നതാണ്. വാതക സഖ്യമാണ് ആകാശം എന്ന് പറയുന്നത്. ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും മറ്റു പല വാതകങ്ങൾ നിറഞ്ഞതാണ് ആകാശം. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകാശമില്ല. ആകാശത്തിന് പല തട്ടുകളുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, ഓസോൺ ലെയർ എന്നൊക്കെ പറയും. ഈ തട്ടുകളുമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു തട്ട് ഓസോൺ വാതകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓസോൺ ലെയറാണ്. ഓസോൺ ലെയർ ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജീവിക്കുകയില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകാശത്തെ അരിക്കുന്ന അരിപ്പയാണ് ഓസോൺ ലെയർ. നമുക്ക് ഈ ചൂടും വെളിച്ചവും തരുന്ന സൂര്യൻ നമ്മുടെ അടുത്തല്ല നിൽക്കുന്നത്.
നമ്മളെക്കാൾ 9,30,00,000 മൈൽ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. അവിടെ ആ സൂര്യൻ നമുക്ക് വേണ്ടി പ്രകാശം തരേണ്ടതിന് അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വാതകം, ടൺ കണക്കിന് ഹൈഡ്രജൻ വാതകം സൂര്യനിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് പ്രകാശം. ആ ഹൈഡ്രജൻ സ്ഫോടനം മുഖാന്തരം സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്ന വേഗതയാകട്ടെ 1,86,000 മൈൽ വേഗതയിൽ പെർ സെക്കൻഡിൽ. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയിൽ പ്രകാശം വരും. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, പ്രകാശത്തിന് 1000 പ്രാവശ്യം തിരുവനന്തപുരം ഖത്തർ അടിച്ചിട്ട് ഒരു 19 പ്രാവശ്യം അമേരിക്ക, ഇംഗ്ലണ്ടും എല്ലാം ചുറ്റി വന്നാലും അര സെക്കൻഡ് വേണ്ടി വരികയെല്ലാം ചുരുക്കം. ഇങ്ങനെ ഈ സ്ഫോടനത്തിന്റെ ഫലമായി വരുന്ന പ്രകാശകിരണങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സസ്യസംശ്ലേഷണത്തിന് ആവശ്യമാണ്, മൃഗങ്ങൾക്ക് ആവശ്യമാണ്, എല്ലാത്തിനും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നതിൽ അത്ഭുതപ്പെടരുത്. ദൈവം ഇതിന്റെ കാർഷിക മേഖലയായിട്ടല്ല, പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകേണ്ടതിനും അത് ഡ്രിൽ ചെയ്തെടുക്കേണ്ടതിനുമൊക്കെ ചൂട് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ഇവിടെ അത് അനിവാര്യമാണ്. എന്നാൽ ഈ പ്രകാശകിരണങ്ങളുടെ കൂടെ വരുന്ന ജലകിരണങ്ങളുണ്ട്. ഈ വെടിവെക്കുമ്പോൾ അതിന്റെ കൂടെ പുകയും വരുമെന്ന് പറഞ്ഞ പോലെ അതിന്റെ കൂടെ വേറെ ജലകിരണങ്ങൾ വരും. ആ കിരണങ്ങൾ മാരക കിരണങ്ങളാണ്. അവയുടെ പേര് അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറയും. ആ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ രോഗം, മരണം വരെ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞ ക്യാൻസർ ഉണ്ടാകും. സ്കിൻ ഡിസീസ് വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം ഇപ്പോഴതാണ്. ഈ മാരക കിരണങ്ങൾ വരാതിരിക്കാൻ ഈ പ്രകാശത്തെ മുഴുവൻ അങ്ങ് തടഞ്ഞു നിർത്തിയാൽ നമ്മളെല്ലാവരും ഫ്രീസ് ചെയ്യപ്പെടും. കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്ന പോലെ ആയിപ്പോകും. എല്ലാം മരവിച്ചു. എന്നാൽ എല്ലാത്തിനെയും ഇങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചോറി പിടിച്ച് ചത്തു. എല്ലാം ചത്തു. കുറെ കഴിയുമ്പോഴത്തെ എല്ലാ ചൊറിക്കുട്ടന്മാരും ചൊറിയന്മാരും ആയിരിക്കും. അങ്ങനെ ചത്തു. അത് വരാതിരിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഈ ചൊറി വരുത്തുന്ന, നമ്മളെ കൊല്ലുവാൻ കഴിവുള്ള ഈ മാരക കിരണത്തെ തടയാൻ വെച്ചിരിക്കുന്ന അരിപ്പയാണ് ഓസോൺ വാതകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഓസോൺ ലെയർ. എന്നാൽ മനുഷ്യൻ ഈ താൽക്കാലികമായ സുഖമാണല്ലോ അവന്റെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാന ഘടകം. നാളെ നിലനിൽപ്പോ അല്ലല്ലോ അവന് വിഷയം. അങ്ങനെയുള്ള ആ തത്വചിന്തയിൽ ഉരുത്തിരിഞ്ഞ സകല പരിഷ്കാരങ്ങളും ഈ ഓസോണിനെ തകർക്കുവാൻ തുടങ്ങി. ഓസോൺ ലെയറിനെ തകർക്കുന്ന ഏറ്റവും ശക്തമായത് CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ AC-ക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും ചില പെയിന്റുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഈ കാർബൺ, ഈ വാതകം വളരെ വേഗം ഈ ഓസോണിന്റെ തന്മാത്രകളെ പിടിച്ച് ഓക്സിജനാക്കി അവനെ ഡൈവേർട്ട് ചെയ്ത് കളയും. തന്മൂലം ഓസോൺ വാതക ലെയറുകൾക്ക് വിടവുകൾ ഉണ്ടാകും. അന്തരീക്ഷത്തിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ മലിന വസ്തുക്കൾ, ഓസോണിനെ നശിപ്പിക്കുന്ന വാതകങ്ങളുടെ ഭാഗങ്ങൾ ഒരു ക്ഷയരോഗിയുടെ പതപ്പ പോലെ ഓസോണിനെ ആക്കിയെന്നാണ് പത്രത്തിലൂടെ ഞാൻ വായിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഇന്ത്യയേക്കാൾ, ഒരുപക്ഷെ അമേരിക്കയേക്കാൾ വലിപ്പത്തിൽ ചില ഭാഗങ്ങളിൽ ഓസോൺ ഇല്ല. ആ ഭാഗങ്ങൾ പലതും സമുദ്ര ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും ജനനിബിഡമായ പല ഭാഗങ്ങളിൽ നിന്നും ഓസോൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇനി അടുത്ത ഈ കുറച്ചു വർഷം കൂടി മാത്രമേ ഈ CFC ഉപയോഗിക്കുവാനായിട്ടുള്ള അനുവാദമുള്ളൂ. എന്തെല്ലാം പരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയാലും ഓസോൺ വാതകം തകർന്നു വീഴുന്ന, ചെതല് പിടിച്ച് കാറ്റടിച്ച് വീഴാനൊരുങ്ങുന്ന ഒരു കുടിലിന്റെ മേൽക്കൂര പോലെ മനുഷ്യനെ പരിരക്ഷിക്കുന്ന ഓസോൺ ഇപ്പോഴായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നു. എന്നാൽ യേശു ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയുമ്പോൾ അതിന്റെ അർത്ഥം അന്നത്തെ തലമുറ മനസ്സിലായില്ല. യേശു പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. അപ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ
മൃതശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് മെഡിക്കൽ സയൻസ് പുരോഗമിക്കുമ്പോൾ അതിനെ ഉയർപ്പിക്കാൻ. അതുപോലെ തന്നെ വലിയ കണ്ടുപിടുത്തങ്ങളും പദ്ധതികളും തയ്യാറാക്കിയിരിക്കുകയാണ്. പക്ഷെ അവര് പറയുന്ന ഈ നിലയിൽ പോയാൽ അധികം നാൾ ഇവിടെ ജീവിക്കാൻ ഒക്കെയില്ല. 1 നൂറ്റാണ്ട് പോലും മാനവലോകത്തിന് ഈ നിലയിൽ തുടരാൻ ഒക്കെയില്ല. 1 നൂറ്റാണ്ട് പോലും ഇനി ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാൻ അർഹതയില്ലാത്ത നിലയിൽ പ്രകൃതി അവനെതിരായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം തന്നെ പ്രത്യാശ വിഷയമായിരിക്കുന്ന, ഈ ലോകത്തിന് വേണ്ടി ജീവനകാലം മുഴുവൻ ചെലവഴിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ ഹൃദ്രോഗമില്ലെങ്കിലും വേദന ആരംഭിക്കും. മുഴുവൻ ചൊറു പിടിപ്പിക്കുന്ന സാധനം തലയ്ക്ക് മുകളിലൂടെ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷം വരുന്നത്? നിങ്ങൾ ഖത്തറിൽ സുഖമായി കഴിഞ്ഞ സമയത്ത് സദാം ഹുസൈന്റെ കർമീസയിലൊക്കെ പറന്നു വന്നപ്പോൾ അത് വീണില്ലേ, ഉള്ളിൽ ഭയം വന്നില്ലേ? ഇതുപോലെ ഈ മാരകകിരണത്തെ കുറിച്ചുള്ള അറിവുകൾ കൂടുന്തോറും അത് മിസൈലിനേക്കാൾ എത്രയോ ഭയാനകമാണ്. അത് ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യനെ കൊല്ലുന്നതല്ലേ. ആകാശത്തിന്റെ ശക്തികൾ ഇളകുകയാണ്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ആകാശ എല്ലാവർക്കും ചേർന്ന് ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യുദ്ധങ്ങൾ ശാപങ്ങൾ പോകാം പല വ്യാധികളാൽ യുദ്ധങ്ങൾ ശാപങ്ങൾ പോകാം പല വ്യാധികൾ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം വിളിച്ചു പറയുന്നു യേശു വരാറായി. സ്പേസ് കോഡിന് വിളിച്ചു പറയുന്നു യേശു വരാറായി. അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നു യേശു വരാറായി. ദൂതന്മാർ വിളിച്ചു പറയുന്നു യേശു വരാറായി. പ്രവാചകന്മാർ വിളിച്ചു പറയുന്നു യേശു വരാറായി. യേശു തന്നെ പറയുന്നു ഞാൻ വരാറായി. നമുക്കും പറയാം യേശു വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപേ അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നിരാശയോട് വന്നിരിക്കുന്നവർ, ദുഃഖത്തോട് വന്നിരിക്കുന്നവർ, വേദനയോട് വന്നിരിക്കുന്നവർ കർത്താവിന്റെ കരസ്പർശനം ഏൽക്കേണ്ടതിന് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം.